മിഡിൽ ക്ലാസ് ഫാമിലി. ആളിന്റെ മുഖം കൂടെ കിട്ടണേ. സിറ്റപ്പന കിട്ടണ സിറ്റപ്പന. കിട്ടോ ആളിന്റെ കൂടെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അവൻ പറഞ്ഞത് അളിയൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒറ്റ വന്ന് ഞാനപ്പോൾ അളിയൻ വിളിച്ചിട്ടില്ല. മോൻ്റെ 100 രൂപ. നാരങ്ങ നമ്മൾ മേടിക്കുന്നതിന് ഇച്ചിരി വലുതാണ്. മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടുന്ന് ശൈലേശ്വരനുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് കനകക്കുന്ന് ഭാഗത്താണ് കേട്ടോ. കനകക്കുന്ന് കടവിലാണ്. കടവിലെ ലേല വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭയങ്കര ലാഭത്തിന് മീനുകൾ ഒത്തിരി കിട്ടുന്ന സ്ഥലമാണ്. അല്ലേടാ, നല്ല ലാഭം. കച്ചവടക്കാർ കുറവാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ മീൻ വളരെ ലാഭത്തിന് വീട്ടുകാർ വന്ന് വാങ്ങിക്കുന്ന സ്ഥലം. അപ്പം നമ്മളിവിടെ 100 രൂപ തൊട്ടാണ് ലേലം വിളി. അപ്പോൾ നമുക്ക് ലേലം വിളിയിലേക്ക് കാണാം. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ എന്താണ് ചേട്ടൻ നമ്മളിവിടെ കൂടെ വള്ളത്തിലൊക്കെ ഒരു കറക്കമൊക്കെ ഇറക്കി. എന്തായാലും നമുക്ക് ലേലം വിളിയിലേക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പ് ലൈൻ ക്ലിക്ക് ചെയ്യുകയും 100 രൂപ 100 രൂപ ചേടാ. 100 രൂപ കാര്യം ഉണ്ടല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അയച്ചു തരികയും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 80 രൂപ 80. കോഴിയുടെ മുട്ടയാണ് ആ നങ്കയുടെ മുകളിൽ ഇരിക്കുന്നത്. 80 രൂപ വിളിച്ചാലും വിളിക്കുന്നില്ല. 50 രൂപ 50. അത്രയും നങ്ക പോയത് വെറും 50 രൂപയ്ക്കാണ്. ഇപ്പം മനസ്സിലായിക്കാണല്ലോ ഇവിടുത്തെ ലേലത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറ. 150 രൂപ 150 രൂപ. 100 രൂപയോ? 100 രൂപ. വെളിയിൽ വേറെ ആരുമില്ല ഉണ്ടോ? 100 രൂപ 550 രൂപ. 50 വായ്പ 100 രൂപ. 100 വാങ്ങാനുള്ള സമയം 80 രൂപയ്ക്ക് വേണം. 80 രൂപയ്ക്ക് വേണം. അവിടെ 210 വിളിച്ച്, 210 വിളിച്ച്, 220 വിളിച്ച്, 230 വിളിച്ച്, 230 വിളിച്ച്, 40 വിളിച്ച്, 50 വിളിച്ച്,
250 വിളിച്ച് 60 വിളിച്ച് 260 വിളിച്ച് 70 വിളിച്ച് 270 വിളിച്ച് 80 വിളിച്ച് 280 വിളിച്ച് 280 വിളിച്ച് 90 വിളിച്ച് 290 വിളിച്ച് 290 വിളിച്ച് 1 2 3 300 രൂപ 300 രൂപ 300 രൂപ 300 210 വിളിച്ച് 220 വിളിച്ച് 220 വിളിച്ച് 230 വിളിച്ച് 230 40 വിളിച്ച് 250 വിളിച്ച് 250 വിളിച്ച് 60 വിളിച്ച് 270 വിളിച്ച് 270 രൂപ 1 2 3 210 വിളിച്ച് 210 വിളിച്ച് 210 വിളിച്ച് 220 വിളിച്ച് 230 വിളിച്ച് 230 വിളിച്ച് 240 വിളിച്ച് 250 വിളിച്ച് 250 വിളിച്ച് 1 2 വിളിച്ചോ ഇടുക കേട്ടായിരുന്നു എന്താന്ന് ചോദിച്ചാൽ അതേ ഉള്ളു വിളിച്ചോ 400 രൂപ 400 രൂപ 410 വിളിച്ച് 410 വിളിച്ച് 410 വിളിച്ച് 1 എല്ലാം കൂടെ ആകുമ്പോൾ ഒരു കറിയും വെക്കാം ഒന്ന് വർക്ക് 700 രൂപ 700 രൂപ കാര്യം ചെയ്യാ 650 രൂപ 650 600 രൂപ 600 അല്ലടാ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇവിടുത്തെ ലേലത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഒന്ന് സംസാരിക്കും പറയൂ. ലേലം എന്ന് പറയുമ്പം ഈ മുതുകുളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം സഹകരണ സംഘം വഴിയുള്ള ലേലമാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം. മത്സ്യബിഡിയിൽ അഭിലേഷൻ ഉള്ളതും മത്സ്യബിഡി നമ്മൾ അതിൻ്റെ വിഹിതം കൊടുക്കും, ഗവൺമെൻറ് വിഹിതം അടയ്ക്കുന്നതുമാണ്. ഒരു തൊഴിലാളി 8 മണിക്കൂടെ ലേലം തുടങ്ങും. ഒരു തൊഴിലാളി മീൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ വിളിച്ചാൽ 100 രൂപ നമ്മൾ കമ്മീഷൻ എടുക്കും. 900 അവർക്ക് തിരിച്ചു കൊടുക്കും. ആ 100 രൂപ എടുക്കുന്നതിനകത്ത് 55 രൂപ അവർക്ക് ബോണസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണത്തിന് ബോണസായിട്ട് ആ 100 രൂപ പിടിക്കുന്ന 55 രൂപ അവർക്ക് തിരികെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മരണം ഉണ്ടായാൽ മരണ ഫണ്ട് കൊടുക്കും. രോഗമുണ്ടായാൽ നമ്മൾ ഒരു മീൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു രോഗിക്ക് രോഗം ഉണ്ടായാൽ രോഗം കൊടുക്കും. അങ്ങനെ ചില സഹായങ്ങൾ, ചികിത്സാ സഹായം, അതുപോലെ തന്നെ യൂണിയൻ്റെ അത് മീൻ എടുക്കുന്നതിനകത്തും ലേല കമ്മീഷനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഗവൺമെൻറ് തലത്തിൽ കണക്കുകൾ പോകുന്നതാണ്. മത്സ്യത്തിൻ്റെ ഈ എടുക്കുന്ന മീൻ നമ്മളിതുപോലെ ഒരു രോഗിക്ക് രോഗം വന്നാലും അതുപോലെ യൂണിയൻ്റെ അഫിലിയേഷനോ മറ്റ് ചിലവുകളൊക്കെ അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ ലേലം. ഇപ്പോഴാണ് 50 വള്ളത്തിന് മേലെ നീട്ടുകാരുണ്ട്, 10-15 വള്ളത്തോളം കോരുകാരുണ്ട്. നീട്ടുകാരുടെ ലേലം കഴിഞ്ഞ അവിടെ അടുത്ത കോരുകാരാണ് വരുന്നത്. അങ്ങനെയാണല്ലോ. രണ്ട് സൈസ് ലേലമാണ്. വീട്ടുകാരുടെ ലേലമാണ് രാവിലെ 8 മണിക്ക് തുടങ്ങി. വീട്ടുകാരുടെ ലേലം എന്ന് വെച്ചാൽ നീട്ടാൻ പോകുന്നത് നീട്ടുവലക്കാരൻ. അതിനുശേഷമാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് കോരുവലക്കാരുടെ. കോരുവല എന്ന് പറയുന്ന സംഭവം. കോരുവല എന്ന് പറഞ്ഞാൽ ഈ 3-4 അല വരുന്നുണ്ടോ? ഓ അത് ശരി. അതിപ്പോ തുടങ്ങി, ഇതിപ്പോ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളാ വിളിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആയിരുന്നല്ലേ ആ പൂമീനൊക്കെ കൊണ്ട്? വലിയ മീനൊക്കെ വിളിച്ച അവരുടെ അല്ലേ? ഓ അത് ശരി. അതേപോലെ തന്നെ എത്ര മണി ഇത് മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് തന്നെ കൊണ്ട് കച്ചവടം നടത്തുന്നു? മത്സ്യത്തൊഴിലാളി നേരിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടും. കൃത്രിമൊന്നുമില്ല. കായലിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. മറ്റു വിഷാംശങ്ങളോ മറ്റൊന്നുമില്ല. നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. ഇവിടെ ചേട്ടാ ഒരു കറിക്കാരാണ് കൂടുതൽ, അതായത് വീട്ടുകാരാണ് കൂടുതൽ. കാരണം വളരെ ലാഭത്തിൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഞാനും അതുകൊണ്ട് മീൻ മേടിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ചെമ്മീന ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചെമ്മീനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കരിമീനുണ്ട്. ഇപ്പം തന്നെ കരിഞ്ച, വലിയ ഭൂമിയിലല്ല കരിഞ്ച. ഭൂമിയിൽ വേറെ, കരിഞ്ച വേറെ. പിന്നെ ഈ പ്രാച്ചി അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടും.
ഇവിടെ കരിമീന് പ്രാധാന്യം കൂടുതലാന്ന് തോന്നുന്നില്ല. കരിമീന് പക്ഷെ വളരെ വില കുറച്ചാണല്ലോ. 500 രൂപ താഴെയൊക്കെ അല്ല വീണത്. അതെ അതെ തീർച്ചയായും ഞാനിപ്പോൾ കണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഒത്തിരി ആൾക്കാർ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ 90% വീട്ടുകാരാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കടവുകളിലെക്കാട്ടിലും ഇവിടെ വൻ ലാഭത്തിലാണ് സാധനം കിട്ടുന്നത് അല്ലേ? അല്ല ഈ കവറിനകത്തൊക്കെ എല്ലാം ഒന്ന് തന്നെ അല്ല. ഇനി അയാൾ കുനിയെടുത്തിട്ട് എനിക്ക് തടയിൽ വേണം. എന്തോടി ഒന്ന് വിളി ഒന്ന് വിളിച്ചാ രണ്ട് വിളിക്കുക 250 രൂപ 260 വിളിച്ച് 260 വിളിച്ച് 270 വിളിച്ച് 270 വിളിച്ച് 270 വിളിച്ച് 80 വിളിച്ച് 280 വിളിച്ച് 290 വിളിച്ച് 290 വിളിച്ച് 300 വിളിച്ച് 310 വിളിച്ച് 310 വിളിച്ച് അത് 1 2 റെഡി. എന്താ മക്കളെ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിലാതെ നിങ്ങൾ സമാനം കൊടു. ഇപ്പം എങ്ങനെ അങ്ങോട്ട് പോട്ട്. രൂപ 850 രൂപ 850 രൂപ 850 രൂപ 850 രൂപ. ഇതുണ്ടോ ഒരു ലേലം പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ അത്രയ്ക്ക് ലാഭമാണ് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആളുകൾക്ക്. അപ്പം ഇപ്പം തന്നെ ലേലത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്ക് ഈ റേറ്റ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. $150 രൂപ 200 രൂപ 200 രൂപ 210 വിളിച്ച് 210 വിളിച്ച് 210 വിളിച്ച് 20 വിളിച്ച് 220 വിളിച്ച് 230 വിളിച്ച് 230 വിളിച്ച് 240 വിളിച്ച് 240 വിളിച്ച് തര 1 2 500 വിളിയുണ്ട് കേട്ടോ. 300 രൂപ 300 വിളിയുണ്ട് 300 വിളിയുണ്ട് 300 വിളിയുണ്ട് 300 വിളിയുണ്ട് 100 രൂപ 110 വിളിച്ച് 130 വിളിച്ച് 130 വിളിച്ച് 140 വിളിച്ച് 150 വിളിച്ച് 150 വിളിച്ച് 150 വിളിച്ച് 60 വിളിച്ച് 160 വിളിച്ച് തര 1 2 80 രൂപ ഇതൊരു 80 രൂപ ഇതൊരു 80 രൂപ പിന്നെ പൈസ മേടിക്കണേ. ഇതൊരു 80 രൂപ ഇതൊരു 80 രൂപ ഇതൊരു 80 രൂപ ഇതൊരു 80 രൂപ കിട്ടോ ആളിന്റെ മീൻ വരുന്നേരം പുറത്തെടുക്കാം. 80 വിളിച്ചായിരുന്നു $910 വിളിച്ച് 920 വിളിച്ച് 920 വിളിച്ച് 920 വിളിച്ച് 920 രൂപ
920 തരം 1, 950 വിളിച്ച്, 950 വിളിച്ച്, 60 വിളിച്ച്, 960 വിളിച്ച്, 960 വിളിയുണ്ട്, 960 വിളിയുണ്ട്, 960 വിളിയുണ്ട്, 960 വിളിയുണ്ട്. തരം 1, 2, 3. 100 രൂപ. 100 വിളിയുണ്ട്. 120 വിളിയുണ്ട്. 130 വിളിയുണ്ട്. 130 വിളിയുണ്ട്. 140 വിളിയുണ്ട്. 150 വിളിയുണ്ട്. 150 വിളിയുണ്ട്. 160 വിളിയുണ്ട്. 160 വിളിയുണ്ട്. തരം 1, 2. വളരെ ദൂരെ എന്നൊക്കെ വെച്ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ അടൂരിൽ നിന്ന് വരുന്നവരുണ്ട്. അടൂര് കുറച്ചുകാട്, അടൂര്, പത്തനംതിട്ട സൈഡിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. അത് ശരിയാണ്. പൂർണ്ണമായിട്ട് കായൽ മീൻ മാത്രമാണ്. കായൽ മീൻ മാത്രമേ ഉള്ളൂ, കടമീൻ്റെ ലേലമില്ല. കടൽമീൻ്റെ ലേലമില്ല, കായൽ മീൻ മാത്രമല്ലേ. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയൊന്ന് വ്യക്തമായി. ഇപ്പം ഹരിപ്പാട് നിന്ന് വരുവാണെങ്കിൽ ഹരിപ്പാട് നിന്ന് വരുവാണ് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാളിക്ക് ജംഗ്ഷനിൽ വരാം. മാളിക്ക് ജംഗ്ഷൻ, അതായത് ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തുനിന്ന് വരുന്നവർ നേരെ മാളിക്ക് ജംഗ്ഷൻ എന്നിട്ട് നേരെ പടിഞ്ഞാറ് വന്ന് പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ വരും. ഹൈസ്കൂൾ ജംഗ്ഷന് നേരെ ഇടത്തോട്ട് വന്നാൽ വെട്ടത്തുമുക്ക് വരും. വെട്ടത്തുമുക്കിന് നേരെ പടിഞ്ഞാറോട്ട് പോന്ന് കഴിഞ്ഞാൽ കനകക്കുന്നി വരും. അല്ലെങ്കിൽ പിന്നെ കളരിക്ക് ജംഗ്ഷൻ ഉണ്ട്. കളരിക്ക് ജംഗ്ഷൻ നേരെ ഒറ്റ റോഡേ ഉള്ളൂ. നേരെ പടിഞ്ഞാറോട്ട് വന്നാൽ വെട്ടത്തുമുക്ക് നേരെ ടു കനകക്കുന്നി. ഇപ്പൊ കായംകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ കായംകുളം ഭാഗത്ത് നിന്ന് നേരെ വരെ പുല്ലുളങ്ങര വഴി വരാം. പുല്ലുളങ്ങര വേലഞ്ചിറ വഴി വരാം. പുല്ലുളങ്ങര കൊച്ചിയിലേക്ക് വരാം. പുല്ലുളങ്ങര റോഡ് ഒന്നാണ്. കായംകുളം, പുല്ലുളങ്ങര, വേലഞ്ചിറ, വെട്ടത്തുമുക്ക് ഒറ്റ റോഡാണ്. ഈ കയറി അണ്ണാ ഇത് വിളിയണ്ട 200 രൂപ. 210 വിളിച്ച്, 220 വിളിച്ചു. 220 വിളിച്ച്, 220 വിളിച്ച്, 220 വിളിച്ച്, 30 വിളിച്ച്, 230 വിളിച്ച്. തരം 1, 40 വിളിച്ച്, 50 വിളിച്ച്, 50 വിളിച്ച്, 50 വിളിച്ച്, 300 രൂപ. അത് വിളിക്കട്ടെ. 2 ആളെങ്കിലും ഞാൻ സാധനം നോക്കിയല്ലോ വിളിക്കുന്നത്. എത്ര വിളിച്ചു? 310 വലിയ 320 വിളിച്ചു, 350 വിളിച്ചു, 350 വിളിച്ച്, 360 വിളിച്ച്, 370 വിളിച്ച്, 370 വിളിച്ച്, 380 വിളിച്ച്, 380 വിളിച്ച്, 380 രൂപ, 390 രൂപ, 390 രൂപ, 390 വിളിച്ച്, 400 വിളിച്ച്, 400 വിളിച്ച്, 400 വിളിയുണ്ട്, 400 വിളിയുണ്ട്. തരം 1, 10 വിളിച്ച്, 400 വിളിച്ച്, 400 തരം 1, 2, 3. 200 രൂപ. 210 വിളിച്ച്, 210 വിളിച്ച്, 220 വിളിച്ച്, 220 വിളിച്ച്, 220 വിളിച്ച്, 230 വിളിച്ച്, 230 വിളിച്ച്, 230 രൂപ, 240 രൂപ, 240 രൂപ. തരം 1, 50 രൂപ, 250 രൂപ, 250 രൂപ. തരം 1, 2, 300 രൂപ. 300 വിളിയുണ്ട് കേട്ടോ, വില അറിയില്ല. 1000 രൂപ, 1000 രൂപ, 1000 രൂപ. ആണോ? അടിക്കുന്നില്ല. 300 രൂപ, 300 രൂപ, 300 രൂപ, 300 വിളിയുണ്ട്, 300 വിളിയുണ്ട്, 300 വിളിയുണ്ട്, 300 വിളിയുണ്ട്. തരം 1, 2, 300 രൂപ. 300 വിളിയുണ്ട്, 300 വിളിയുണ്ട്, 310 വിളിച്ച്,
310 വിളിച്ച്, 320 വിളിച്ച്, 330 വിളിച്ച്, 350 വിളിച്ച്, 360 വിളിച്ച്, 360 വിളിച്ച്, 70 വിളിച്ച്, 370 വിളിയുണ്ട്, 370 വിളിയുണ്ട്, 80 വിളിയുണ്ട്, 400 വിളിയുണ്ട്, 400 തരം 1 2 300 100 രൂപ. 250 രൂപ. ഇത് 2 വിളിയുണ്ട് കേട്ടോ. 250 വിളിയുണ്ട്. 210 വിളിച്ച് തരം 1 2 300 വിളിയുണ്ട്, 310 വിളിയുണ്ട്, 320 വിളിയുണ്ട്, 320 വിളിയുണ്ട്, 320 വിളിയുണ്ട്, 30 വിളിച്ച 40 വിളിയുണ്ട്, 340 വിളിയുണ്ട്, തരം 1 2 3. അതെ വേണ്ടിയാണോ? നേരത്തെ 400 വിളിയുണ്ട് കേട്ടോ. എന്നാൽ ഒരു 400 വിളിയുണ്ട് കേട്ടോ. 300 രൂപ, 300 രൂപ, 300 രൂപ. 500 രൂപ. 500 വിളിയുണ്ട്, 500 വിളിയുണ്ട്, 500 വിളിയുണ്ട്, 500 വിളിയുണ്ട്, തരം 1 2 3. 200 രൂപ, 200 രൂപ, 200 രൂപ. 200 180 രൂപ. 150. 150 മാറ്റണം. 450 രൂപ, 450 രൂപ. 250 രൂപ, 250 രൂപ, 250 രൂപ. ഏട്ടക്കുരി വേണ്ട. 60 വിളിച്ച്, 60 വിളിച്ച്, തരം 1 2 3. 200 രൂപ. 180 രൂപ. 150. 150 രൂപ എടുത്തോളൂ. വേണേ 200 രൂപ, 200 രൂപ. എല്ലാം മെനഞ്ഞ അവിടെ കിടക്കും. 200. 150 രൂപ. 150. $150 രൂപ. 150 രൂപ. 150 രൂപ. 450. 250 വിളിച്ചു. 200 എന്ന് പറഞ്ഞാൽ ഇപ്പൊ മേടിച്ചാണ്. ഇപ്പൊ 150 അതിന് 2-3 കൂരിയുണ്ട്. 150 എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ മേടിക്കുന്നത്. $200 രൂപ. 200 രൂപ. 180 രൂപ. 180. 150. 150 വേണ്ട. മേടിച്ചോണ്ട് പോടെ. മുന്നൂറ് വിളിയുണ്ട്. വിളി ആരും ഇല്ല. 100 രൂപ. 100 രൂപ. ചാടി 100 കൊണ്ടുപോകും. കറി വെച്ചു അങ്ങോട്ട് 100 രൂപ. ഏടാ
80. $550 രൂപ. 550 രൂപ. $400. 400. മാത്രം നമ്മൾ ഈ കരിമീൻ ആവശ്യക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കരിമീൻ എടുക്കാൻ വന്നത് 300 രൂപ. 300 രൂപ. ഞാൻ വിളിക്കാം. 100 രൂപ. ആയത്തേക്ക് 100 രൂപ. ഇതിനെ കൊണ്ടു 100 രൂപ. 50 രൂപ. ഇടയ്ക്ക് വരും. 900 രൂപ. 900 രൂപ. 900 രൂപ. 900 രൂപ. ഈ ഒരു കരിമീൻ കണ്ടോ നിങ്ങൾ? ഈ കരിമീൻ്റെ ലേലം ഇത് തന്നെ വിളിച്ചിട്ട് അവിടെ ആരും എടുക്കാൻ പോലുമില്ല. കാരണം അത്രയും ആദ്യം വന്നവരെല്ലാം വാങ്ങിപ്പോയി. വീണ്ടും മീൻ അധികം എന്ന് വെച്ചാൽ മീനുണ്ട്, ആൾക്കാരില്ല എന്നുള്ള സിറ്റുവേഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്ന വല്ലാത്ത ലാഭത്തിൽ, നല്ല ഒരു ലാഭത്തിൽ നമുക്ക് ഫിഷ് വാങ്ങിച്ചുകൊണ്ട് പോകാം. അത് ഫ്രഷ് ആയിട്ടുള്ള ലൈവ് ഫിഷ് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാമെന്നുള്ളതിൻ്റെ 100% ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് തന്നെ. 850 രൂപ. 850 വിളിയുണ്ട് കേട്ടോ. 850 വിളിയുണ്ട്. കണ്ടോ, ലേലം താത്തി വിളിച്ച് കൊടുക്കേണ്ടി വന്നു. 150 രൂപ. 150 രൂപ. 150 രൂപ. 150 രൂപ. 150. ചമ്പലെടുത്താ ഏട്ടത് 50 രൂപയ്ക്ക് കൊടുക്കാനും എടുക്കാം. 150 രൂപയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ എവിടെ നിന്ന് കൊടുത്താൽ 700 രൂപ കിട്ടും. നല്ല രീതിയിൽ കച്ചവടം കയറിയാണ്. ആ, ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. ഫുൾ നമ്പർ കൊടുത്തേക്കാം. വിളിച്ച് 260 വിളിച്ച്. കൊച്ചുഞ്ഞിന്റെ ആണോ? 260 വിളിച്ച്. 260 തരം 1 2 900 രൂപ. 900 രൂപ. 800 രൂപ. 800. 850 വിളിച്ച്. 850 വിളിച്ച്. 850 വിളിച്ച്. 860 വിളിച്ച്. 870 വിളിച്ച്. 880 വിളിച്ച്. 880 വിളിച്ച്. 890 വിളിച്ച്. 890 വിളിച്ച്. 890 വിളിച്ച്. 890 വിളിച്ച്. തരം 1 900 വിളിച്ച്. 900 വിളിച്ച്. തരം 1 2 3. മണിയാണ് കാണിക്കുന്നത്. ഇത് രണ്ടുപേര്. ഇത് രണ്ടുപേര്. 2 പേര്. 250 വിളിക്കത്തില്ല. 60 വിളിച്ച്. 260 വിളിച്ച്. 260 വിളിച്ച്. തരം 1 2 തീർന്നു. ഇത് 250 രൂപ. 250 രൂപ. 250 രൂപ. 250 രൂപ. വെള്ളിയാ വിളിക്കുന്നത്. നടക്കുവാൻ വേണം എടുത്തോണ്ട് 100 രൂപ. 80 രൂപ. 80 50 50 മറ്റേ 50
250 രൂപ. 250 വിളിയുണ്ട്. 250 വിളിയുണ്ട്. 250. 60 വിളിയുണ്ട്. 270 വിളിയുണ്ട്. 270 വിളിയുണ്ട്. 80 വിളിയുണ്ട്. 280 വിളിയുണ്ട്. 1 2 500 വിളിയുണ്ട്. 500. എന്ത് വിളിയൊക്കെയാണ് അങ്ങനെ ഭയങ്കര 400 രൂപ. 400 രൂപ. 650 രൂപ. 650 രൂപ. 650 രൂപ. 650 രൂപ. 650 രൂപ. 650 രൂപ. 1 2 വിളിക്കാം. 300 രൂപ. മീൻ്റെ അടികൾ വിളിക്കണം. 300 രൂപ. 300 രൂപ. 300 രൂപ. 300 വിളിയുണ്ട്. 300 വിളിയുണ്ട്. 300 വിളിയുണ്ട്. 1 2 600 രൂപ. 600 രൂപ. 600 രൂപ. 600 വിളിയുണ്ട്. 600 വിളിയുണ്ട്. 1 2 ആദ്യത്തെ ഞാൻ വിളിച്ചത് 650 രൂപ. 650 രൂപ. 650 വിളിയുണ്ട്. 660 വിളിയുണ്ട്. 660 വിളിയുണ്ട്. 670 വിളിയുണ്ട്. 670 രൂപ. 680 രൂപ. 680 രൂപ. 690 രൂപ. 690 രൂപ. 690 രൂപ. 1 2 1000 രൂപ. 1000 രൂപ. 1000 രൂപ. മാറ്റണം. ഇത് ചേട്ടൻ്റെ നമ്പരൊക്കെ തരും. ഇപ്പൊ ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്പർ പറഞ്ഞാൽ മതി. 944 790 8416 പൊന്നൻ. അപ്പം എന്തായാലും ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ബേബി. ഇത് സംഘത്തിന്റെ പ്രസിഡന്റ്. ഓക്കെ. അപ്പം ഞങ്ങളാണെങ്കിൽ ഈ ഓൾറെഡി ഇപ്പം നമ്മൾ വീഡിയോയിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഫിഷ് കിട്ടുമല്ലോ അല്ലേ? ഇപ്പം ലേലം കഴിഞ്ഞിട്ടാണെങ്കിലും നേരത്തെ 8 മണിയൊക്കെ വിളിക്കണം. നമുക്ക് ആവശ്യക്കാർ ഒരാൾ ദൂരെ നിന്ന് വരുമ്പോൾ മേടിച്ചു വെക്കണം. ഇപ്പം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ്, ശുദ്ധമായ കായൽ ഫിഷ് വേണ്ടവരൊക്കെ ആണെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞിട്ട് വരുവാണെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ളത് നമുക്കൊരു കിട്ടുമല്ലേ? ജീവനുള്ള അത് പ്രത്യേകിച്ച് നമ്മളൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ജീവനുള്ള മീൻ, ഐസിടാത്ത ജീവനുള്ള മീൻ, കൃത്രിമൊന്നുമില്ലാതെ തന്നെ ജീവനോടുകൂടി മീൻ. അപ്പോൾ അത് യാതൊരു കൃത്രിമവുമില്ല. തരത്തില് ഇവിടെ തീരപ്രദേശത്ത് അംഗീകൃത ലേലം എന്ന് പറയുന്നത് ഇവിടെ മത്സ്യഫെഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ലേലം എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. മത്സ്യഫെഡിൻ്റെ അംഗീകൃത മത്സ്യഫെഡിൻ്റെ ലേലം എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. കിഴക്കേക്കര, ആറാട്ടുപുഴ കിഴക്കേക്കര. ബാക്കിയെല്ലാം പ്രൈവറ്റ് മേഖലകളിൽ ലേലമാണ്. ഇത് ഗവൺമെന്റിന് വിഹിതം കൊടുക്കുന്നതാണ്. മത്സ്യഫെഡിന് ഒരു വിഹിതമുണ്ട് നമ്മളിവിടെ ലേലം ചെയ്യുന്നത്. പിന്നെ അവര് എല്ലാവിധ സഹായവും ചെയ്യും, ലോൺ തന്ന് സഹായിക്കും. അത് മനസ്സിലായി. പിന്നെ കുറെ SHG ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ശരിക്കും ഈ ലേലം കൊണ്ട് വളരെ സഹായവും ഉണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ മീൻ ആവശ്യമുള്ളവർ ഈ പറഞ്ഞതുപോലെ പൊന്നനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അത് എടുത്തു വയ്ക്കുകയോ ലേലത്തിൽ തന്നെ എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിൽ കളക്ട് ചെയ്ത് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല. വളരെ സത്യസന്ധമായി പോകുന്ന ഒരു കടവും യാതൊരു കൃത്രിമവുമില്ല, ബഹളമില്ല. ഇപ്പൊ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ കറിക്കാർ വരുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവര് നമ്മളുടെ വീട്ടിലും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ളത് കൊണ്ട് ആരും അവർ നിൽക്കുമ്പോൾ ഒന്നും പറയത്തില്ല. സ്വാഭാവികമായിട്ടും മീനും കച്ചവടമൊക്കെ ആകുമ്പം ചില അവശബ്ദങ്ങളൊക്കെ വരുന്നത് അതിവിടില്ല. വരുന്നവർക്ക് അവരുടെ സാംസ്കാരികമായി തന്നെ അവർക്ക് മീൻ മേടിച്ചുകൊണ്ട് യഥേഷ്ടം പോകാവുന്ന ഒരു കടവ് ആണിത്.
പിന്നെ ഇത് കുറച്ചുകൂടെ അഭിവൃദ്ധിപ്പെടുത്താനുണ്ട്. പിന്നെ ഇതിപ്പം നമ്മൾ പൊതുവെ പരിശോധിച്ചാൽ ഇതൊരു ടൂറിസത്തിലേക്ക് വരത്തക്ക ഒരു പ്രദേശമാണ്. അതിനപ്പുറം കടൽ, കായൽ, അതിൻ്റെ അരിക്, മത്സ്യബന്ധനം, എപ്പോൾ വന്നാലും മത്സ്യബന്ധനം കാണാം. ആ തരത്തിലൊക്കെ വലിയ ടൂറിസത്തിന് വരെയും പിന്നെ സാധ്യതയുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ഈ അക്കരയിൽ നിന്ന് കുറേ വലക്കാർ വരുന്നുണ്ട്. അക്കരയിൽ നിന്ന് ഇവിടെ വന്ന് വിൽക്കുന്നുണ്ട്. അവർ ഈ നീട്ടുവല ഉപയോഗിച്ച് പിടിക്കുന്നവർ. കോരുവല എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ കാര്യമുള്ളൂ. പിന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വരും, വന്നിട്ട് മീൻ കൊടുത്തിട്ട് അവർ പൈസയും വാങ്ങി പോകും. പിന്നെ ഇവിടെ വന്നാൽ ഒരു ഗുണമുള്ളത്, വരുന്ന കൂടുതലും പുറത്തുള്ളവർ വരുന്നത് പിന്നെ പൈസ ലേലം ചെയ്ത് മീൻ കൊടുത്താൽ ഉടൻ തന്നെ പൈസ കൊടുത്തു വിടും. ഒരു പൈസ പോലും ആരോടും കടമില്ല. സ്പോട്ടിൽ തന്നെ പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യും. ആർക്കും അങ്ങനെ ഒരു ബാധ്യത മീൻ കൊണ്ടുവരുന്നവർക്കില്ല. അപ്പോൾ ആ തരത്തിൽ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഓണത്തിന് ഇവിടുന്നൊരു പാരിതോഷികമുണ്ട്. മുമ്പേ പൊന്നം പറഞ്ഞതുപോലെ 10% പിടിച്ചാൽ അതിൽ 5.5% അവർക്ക്. ഏതാണ്ട് 1% മത്സ്യഫെഡിന് കൊടുക്കണം. പിന്നെ ലേലം ചെയ്യുന്ന ആളിൻ്റെ വേതനം. ആ തരത്തിൽ സംഘത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഈ ലോണൊക്കെ തന്ന് സഹായിക്കുമ്പോൾ അതിൻ്റെ ഒരു തുച്ഛമായ തുക കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ മീൻ എപ്പോഴും അല്ല, ഒരു 10 മണി വരെ എപ്പോഴും വന്നാലും മീൻ കിട്ടും അല്ലേ? 10 മണി വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ പൊന്നനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മീനിൻ്റെ സൈസും പറഞ്ഞാൽ എടുത്ത് വെച്ചേക്കും. അത് ലേലത്തിൽ തന്നെ പിടിക്കുക, അല്ലാണ്ട് കൺമതിക്കല്ല. അപ്പോൾ പൊന്നൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് ലേലത്തിൽ തന്നെ പിടിച്ചു വയ്ക്കുക, അല്ലാണ്ട് വരുന്നവരോട് മറ്റൊരു കൊള്ളലാഭമില്ല. അപ്പോൾ ആ തരത്തിൽ വളരെ വളരെ പാരമ്പര്യമായി പഴക്കമുള്ള ഒരു ലേല സെൻ്ററായി. ഈ സംഘം വരുന്നതിന് മുമ്പ് തന്നെയും ഇവിടെ ഒരു ലേല സെൻ്ററായിരുന്നു. ഏതാണ്ട് 84-ലാണ് ഈ പിന്നെ സംഘവും അതിൻ്റെ ഓഫീസുകളും അതിൻ്റെ കെയർ ഓഫും ഒക്കെ ഇവിടെ വരുന്നത്. അതിനു മുമ്പ് ഇവിടെ ലേലം നടക്കുമായിരുന്നു. പിന്നെ വളരെ പാരമ്പര്യമുള്ള, വളരെ പഴക്കമുള്ള. എത്ര വർഷം പഴക്കമുണ്ട് ഈ ലേലം? ഇതിന് ഏതാണ്ടൊരു 10-20 വർഷത്തെ പഴക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ തരത്തിൽ അത് അന്ന് പിന്നെ എപ്പോൾ വന്നാലും മീൻ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കടവിന്. കടവിൽ എപ്പോൾ വന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ഈ കിഴക്കുവശം ഒരു ചന്തയുണ്ടായിരുന്നു. ആ ചന്തയെല്ലാം പല കാരണങ്ങൾ കൊണ്ട് നിന്നുപോയി. പിന്നെ ഇവിടെ മീനിൻ്റെ ഒരു വ്യവസായം മാത്രമാണ് നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ശ്രമിച്ചാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ വ്യവസായവും ബിസിനസ്സും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. കാണാമല്ലോ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ശരിയാണ്. അപ്പോൾ അത് വളരെ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശം. കായൽ കഴിഞ്ഞാൽ കടലും കായലും കൂടെ ചേർന്ന് കിടക്കുന്നത്. അങ്ങനെ ഒരു വലിയ എന്തായാലും ചേട്ടൻ്റെ നമ്പർ ഇവിടെ നിന്ന് പറഞ്ഞു. 82 81 69 11 60. അപ്പോൾ ചേട്ടാ താങ്ക് യു. വളരെ സന്തോഷം. ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പം ഞങ്ങളെ പോലുള്ളവർക്കൊരു സംതൃപ്തിയാണ്. തീർച്ചയായിട്ടും. അപ്പം ഇതേത് ചാനലാണ്? മിഡിൽ ക്ലാസ് ഫാമിലി. ഞാൻ ലിങ്ക് ഇട്ടുതരാം. നമ്മൾ ഈ വള്ളത്തിൽ അവിടെ കൊണ്ട് കറക്കുകയൊക്കെ ചെയ്ത നമ്മുടെ ശൈലേഷ് ഏട്ടന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ലേലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്, വള്ളക്കാരൊക്കെ. അപ്പം നമ്മളും പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. മേടിച്ചല്ലോ
500. ആ ശരി.